ഇല്ലെന്ന് മാത്രമല്ല, പ്രോസിക്യൂഷൻ കൃത്യമായി പ്രായപൂർത്തിയായതാണെന്നും ഇത്തരം കാര്യങ്ങൾ ഇവൻ നമ്മുടെ ആർഗ്യുമെന്റിനെ പ്രോസിക്യൂഷൻ ശരിവെച്ചു. എ സിംഗിൾ ലൈൻ, സ്വാഭാവികമായിട്ടൊരു പ്രോസിക്യൂഷൻ ചെയ്യേണ്ട ഒരു സിംഗിൾ ലൈൻ എൻഡിൽ ഒരു സർക്കാരിന്റെ സ്വാഭാവിക നടപടി എന്ന നിലയിൽ. എന്നാൽ കേസിന്റെ ഇൻഗ്രീഡിയൻസിൽ ഇവർക്ക് ജാമ്യം കിട്ടാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രതിഭാഗത്തുനിന്നും ബോധ്യപ്പെടുത്ത ഒരു ഘട്ടത്തിലും കൃത്യമായിട്ട് പറഞ്ഞ് ഇവിടെ പ്രധാനമായിട്ടും ആ 2 സെക്ഷനുകളെ പ്രൂവ് ചെയ്യാൻ വേണ്ടി പ്രതിഭാഗം അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ആർഗ്യുമെന്റ്സിനെ ഒന്നും പ്രോസിക്യൂഷൻ എതിർത്തിട്ടില്ല. പിന്നെ ഒരു പ്രൊസീജിയർ ഉണ്ട്, ആ പ്രൊസീജിയർ മാത്രം അവിടെ കംപ്ലൈന്റ് ചെയ്തു. സിംഗിൾ ലൈൻ ഒരു പ്രീമാച്യൂർ സ്റ്റേജ് ആണ്, എൻക്വയറി സ്റ്റേജ് ആണ്. സോ അത്രേ ഉള്ളൂ. അത് ഒരു പ്രോസിക്യൂട്ടറിന്റെ മിനിമം, അത് കേസിനെ കുറിച്ച് പഠിക്കുന്ന ആർക്കും മനസ്സിലാവും. കോടതിയിൽ ഇന്ന് വളരെ ഗംഭീരമായി നമ്മൾക്ക് പ്രസന്റ് ചെയ്യാനുള്ള, പ്രത്യേകിച്ച് പ്രതിഭാഗത്തിന് പ്രസന്റ് ചെയ്യാനുള്ള അവസരം കോടതിയിലുണ്ടായി. അത് എല്ലാ കാര്യങ്ങൾക്കും ഇവരുടെ ഒബ്ജക്ഷൻ നടത്തിയത് ഈ മറ്റേ സംഘടനയുടെ ആളുകൾ മാത്രമാണ് അവിടെ ഒബ്ജക്ഷൻ പറഞ്ഞത്. വേറെ ആരും അവിടെ ഒബ്ജക്ഷൻ പറഞ്ഞില്ല. പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും നമ്മൾ കൊണ്ടുവന്ന സത്യസന്ധമായ കാര്യങ്ങളെ ഒന്നും അല്ലാതെ നമ്മൾ നുണയായിട്ടുണ്ടല്ല, നമ്മൾ കൊണ്ടുവന്ന സത്യസന്ധമായ ഒരു കാര്യങ്ങളെയും പ്രോസിക്യൂഷൻ അവിടെ എതിർത്തില്ല. അതായത് ഈ പെൺകുട്ടികൾ മൊഴി മാറ്റി നിർബന്ധിച്ചാണ് മൊഴി നൽകിയത് എന്നടക്കമുള്ള വിവരങ്ങൾ ബാധിച്ചു, ആരോഗ്യ പ്രശ്നങ്ങളടക്കം ഉന്നയിച്ചു പ്രോസിക്യൂഷൻ പ്രതിഭാഗം ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് അവരുടെ മാതാപിതാക്കളുടെ മൊഴി, ഇത് മാത്രമല്ല ഇവരുടെ ഏജ് പ്രൂഫ്, ഇവർ കൺവേർട്ടഡ് അല്ല എന്നുള്ള പ്രൂഫ്, ഇതെല്ലാം അഫിഡവിറ്റ് സഹിതം ഹാജരാക്കാൻ നമുക്ക് കഴിഞ്ഞു. ആ കാര്യത്തിൽ കോടതി കൺവിൻസ്ഡ് ആണ്. അതായത് ഇതിന്റെ കോടതിയുടെ ഫാക്ടിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂവിലും അല്ലെങ്കിൽ ഈ കേസിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂവിലും ഓരോ ഒബ്ജക്ഷനും പ്രോസിക്യൂഷൻ NIA പ്രോസിക്യൂട്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ജാമ്യം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഇത് അപ് ടു നാളെ ജാമ്യം കിട്ടുമെന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. എനിക്ക് വലിയ പ്രതീക്ഷയാണ്. ഒരു ലളിതമായിട്ട് ഒരു സംശയമാണ്, അതായത് ഒരു സിംഗിൾ ലൈൻ ആണെങ്കിൽ ഇത് ഓപ്പോസ് ചെയ്തു എന്ന് അല്ലല്ല, അത് സെയിം. ഏതെങ്കിലും ഒരു പ്രോസിക്യൂട്ടറിന് അത് എവിടെയെങ്കിലും ഒരു ജാമ്യാപേക്ഷയെ ഞാൻ അനുകൂലിക്കുന്നു എന്ന് ഇന്ത്യയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മുടെ ഭാഗത്തുനിന്നുള്ള ന്യായ അന്യായങ്ങളെ ശരിയും തെറ്റും പറയാ എന്നുള്ളത് പ്രോസിക്യൂട്ടർ, ആ മര്യാദ പ്രോസിക്യൂഷൻ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. അല്ല, ഇതിൽ നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറ്റിദ്ധാരണയുണ്ട് കേസ് അന്വേഷണത്തിൽ എന്നുള്ളതാണ്. യാഥാർത്ഥ്യത്തിൽ അത് കേസിന്റെ അന്വേഷണത്തിന്റെ പൂർത്തീകരണത്തിലാണ്. പക്ഷേ അപ്പോഴും ഇങ്ങനെ ജാമ്യം കൊടുക്കരുത്, അത് കേസ് അല്ല അത് നിങ്ങളെ ക്രിമിനൽ കേസിന്റെ പ്രൊസീജിയറിൽ ഒരു പ്രോസിക്യൂട്ടർ സിംഗിൾ ലൈനിൽ ഏറ്റവും അവസാനം പറയുന്നത് എന്തോ അത് മാത്രമേ. അല്ലല്ല, അവിടെ ഈ കേസിന് ജാമ്യം ലഭിക്കേണ്ടതായ ഒരു വിഷയത്തിലും, അതായത് ഈ 2 സെക്ഷനുകളെ കൃത്യമായി കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ എവിടെയും പ്രോസിക്യൂഷൻ യാതൊരു തരത്തിലും സംശയം. ഈ സെഷൻസ് കോടതി ഇത് തള്ളിയത്, ജാമ്യാപേക്ഷ പരിഗണിക്കാതെ തള്ളിയത്, ഇത് NIA കോടതിയുടെ NIA ആക്ട് വരുന്ന നിയമമായതുകൊണ്ടും NIA ആക്ട് വരുന്നോണ്ടല്ല, അങ്ങനെ സെക്ഷൻ 143 അനുസരിച്ചുള്ള ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ്. ആ ഷെഡ്യൂൾഡ് ഒഫൻസ് പണ്ട് 130 ആയിരുന്നു, ഇപ്പൊ BNS വരുമ്പോൾ 143 ആണ്. ആ ഷെഡ്യൂൾഡ് ഒഫൻസ് 10 ആണ്. അത് പ്രകാരം ഇവിടുത്തെ ഹൈക്കോർട്ടിന്റെ റൂളിംഗ് അനുസരിച്ചാണ് ഇത്തരം കേസുകൾ 143 അനുസരിച്ചുള്ള കേസുകൾ NIA കോർട്ടിന്റെ വിചാരണയ്ക്ക് പോകേണ്ടത്. എന്നാൽ ഈ കേസിൽ അത്തരത്തിലുള്ള ഒരു NIA അന്വേഷിക്കാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ സർക്കാരിൽ നിന്ന് വന്നിട്ടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷെ അത് പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായി. തീർച്ചയായിട്ടും ഞാൻ ഇതുവരെ ഇതിനോട് സഹകരിച്ച ഞാൻ ചുമ്മാ പറയുന്നതല്ല, വളരെ ഗൗരവമായി പറയുന്നു, നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും ഒരു വാക്യം കോടതി ഛത്തീസ്ഗഡ് ധർമാന്തരൻ സെക്ഷൻ 4 കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ട്. അതാണ് ആന്റി കൺവേർഷൻ ബിൽ. അതും പ്രൂവ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒറ്റവരി ഒന്നുകൂടി ഞാൻ സാങ്കേതികമായ തടസ്സങ്ങൾ, അത് സ്വാഭാവികമായും ആകെ പറഞ്ഞ ഇതാണ് അന്വേഷണത്തിന്റെ സ്റ്റേജാണ്. സോ ദാറ്റ്സ് ഓൾ. ഒരിക്കലും ഈ കേസിൽ ആ ഒരു വാക്ക് ഒരു തിരിച്ചടിയോ കാര്യങ്ങളോ ആകില്ല. കേസിന്റെ മെറിറ്റിൽ അത് തീരുമാനമെടുക്കേണ്ട കോടതിയാണ്. വരില്ല. കേസിന്റെ മെറിറ്റിൽ ഓരോ ഒബ്ജക്ഷനും പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടില്ല. ആ വാക്ക്
ഈ പ്രോസിക്യൂഷൻ ഇപ്പൊ ജാമ്യം നൽകണമെന്ന് അതായത് ഈ കേസിന്റെ സത്യസന്ധമായ അവസ്ഥയെ എവിടെയും ജാമ്യം നൽകുന്നതിനെ എതിർക്കാതിരിക്കാം. ബി ജെ പി നേതാവ് ഷോൺ ജോർജിന്റെ പ്രതികരണമാണ്. വാദത്തിന്റെ ഒരു ഘട്ടത്തിലും പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർത്തിട്ടില്ല. അതൊരു സ്വാഭാവിക നടപടി എന്ന രീതിയിൽ ഒരു ചെറിയ എതിർപ്പ് രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. ഒരു വൺ ലൈൻ